നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ദുബായ് KMCC ചാർട്ടർ ചെയ്യുന്ന 43 വിമാനങ്ങളിൽ 33 എണ്ണത്തിന് അംഗീകാരം ലഭിച്ചതായി ഭാരവാഹികൾ അറിയിച്ചതായി റിപ്പോർട്ട്. ആദ്യഘട്ടത്തിലെ 3 ഇൻഡിഗോ വിമാനങ്ങൾ ഈ മാസം 11, 12 തീയതികളിൽ ഷാർജയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് സർവീസ് നടത്തുകയും ചെയ്യും. 185 വീതം യാത്രക്കാരാണ് ഉണ്ടാകുന്നത്. 990 ദിർഹമാണ് ഇതിന് ഈടാക്കി വരുന്നത്. 11-ന് ഇൻഡിഗോ വിമാനം ഉച്ചയ്ക്ക് 2:55-നും 12-ന് ആദ്യ വിമാനം ഉച്ചയ്ക്ക് 2:25-നുമാണ് ഷാർജയിൽ നിന്ന് പുറപ്പെടുക. 12-ന് രണ്ടാമത്തെ വിമാനം പുറപ്പെടുന്ന സമയം ഉടൻ അറിയിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഓരോ വിമാനത്തിലെയും നിർധനരായ 10 പേർക്ക് സൗജന്യ ടിക്കറ്റും നൽകും. സർക്കാർ നിർദ്ദേശിക്കുന്ന മുൻഗണനാ വ്യവസ്ഥകളും ചട്ടങ്ങളും പാലിച്ചുകൊണ്ടാണ് അക്ബർ ട്രാവൽസുമായി സഹകരിച്ച് നിലവിൽ ലഭ്യമായ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കുന്നതെന്നും മറ്റു വിമാനങ്ങൾക്ക് അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് സർവീസ് നടത്തുമെന്നും ഓൺലൈനിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കോഴിക്കോട്ടേക്കാണ് ഇപ്പോൾ സർവീസ് നടത്തുന്നതെങ്കിലും അടുത്ത ഘട്ടത്തിൽ കണ്ണൂർ, കൊച്ചി, തിരുവനന്തപുരം വിമാനത്താവളങ്ങളിലേക്കും സർവീസ് ഉണ്ടാകുമെന്നും സംഘാടകർ വ്യക്തമാക്കുകയും ചെയ്തു. അതേസമയം ദുബായ് KMCC ചാർട്ടേഡ് വിമാന സർവീസുകൾക്ക് രജിസ്ട്രേഷന് വൻ പ്രതികരണമാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വിവിധ ജില്ലാ KMCC കമ്മിറ്റികൾ മുഖേന 7500 പേർ അൽബറാഹ KMCC ആസ്ഥാനത്ത് നേരിട്ടെത്തി രജിസ്ട്രേഷൻ നടത്തുകയും ചെയ്തിരുന്നു. KMCC ഓൺലൈൻ ലിങ്ക് വഴി 13500 പേരും രജിസ്റ്റർ ചെയ്യുകയുണ്ടായി. മൊത്തം 21000 പേരാണ് രജിസ്ട്രേഷൻ നടത്തിയത്. ഈ മാസം 11-നും 12-നും കോഴിക്കോട്ടേക്കുള്ള 3 സർവീസുകൾക്ക് പുറമെ 30 വിമാന സർവീസുകൾ കണ്ണൂരിലേക്ക്, ബാക്കി 10 എണ്ണം കൊച്ചിയിലേക്കും തിരുവനന്തപുരം വിമാനത്താവളങ്ങളിലേക്കുമായിരിക്കും നടത്തുക. പ്രസിഡന്റ് ഇബ്രാഹിം എളേറ്റിൽ, ആക്ടിംഗ് പ്രസിഡന്റ് മുസ്തഫ വെങ്ങര, ജനറൽ സെക്രട്ടറി മുസ്തഫ തിരൂർ, ട്രഷറർ PK ഇസ്മായിൽ, ഓർഗനൈസിംഗ് സെക്രട്ടറി ഹംസ തൊട്ടി, സീനിയർ സെക്രട്ടറി അഡ്വക്കേറ്റ് സാജിദ് അബൂബക്കർ, വൈസ് പ്രസിഡന്റുമാരായ റയീസ് തലശ്ശേരി, NK ഇബ്രാഹിം, മുഹമ്മദ് പട്ടാമ്പി, സെക്രട്ടറിമാരായ KPS സലാം, മൊയ്തു, അഡ്വക്കേറ്റ് ഇബ്രാഹിം ഖലീൽ തുടങ്ങിയവർ സംബന്ധിക്കുകയുണ്ടായി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.